മോൻ്റെ വീട് എവിടെയാണ്? കാരിച്ചാലല്ലേ? പേര് അഭിനവ് അല്ലേ? കാരിച്ചാലുള്ള ആളാണ്. ഇത് മുഖം കാണട്ടെ. മുഖം കാണട്ടെ. കൊള്ളാം. ഇതൊരു ഗംഭീര കലാകാരനാണ് കേട്ടോ. ഇതാണ് ഇപ്പോൾ വരച്ചോണ്ടിരുന്ന പടമാണല്ലേ? അതെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ആ പടം ഒന്ന് കാണട്ടെ. ഓ, ഗംഭീരമായിട്ടുണ്ട്. ഇതാണ് അഭിനവ്. കാരിച്ചാലുള്ള ആളാണല്ലേ? കാരിച്ചാൽ പടം വരെ പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നില്ല. നമ്മുടെ വാസനയാണതല്ല അല്ലേ? ഒത്തിരി പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ടോ? ഓക്കെ. അല്ല, വീട്ടിലെല്ലാം പടമൊക്കെ വരുമ്പോൾ ധാരാളം വരയ്ക്കുമോ? അങ്ങനൊന്നും വരയ്ക്കത്തില്ല. ഇതുപോലെ ബോറടിച്ചിരിക്കുമ്പോൾ മാത്രമേ വരയ്ക്കാറുള്ളൂ അല്ലേ? ഓക്കെ. ഇതിപ്പോൾ ഇവിടെ മാവലിക്കര ഇപ്പോൾ ഇവിടെ പഠിക്കുകയാണോ? പഠിക്കുകയാണല്ലേ? അപ്പോൾ ഇന്ന് ഫ്രീ ടൈം ആയതുകൊണ്ട് ഇവിടെ വന്നിരുന്നതാണോ? ചുമ്മാ ഇരുന്നതാണ്. അപ്പോൾ ആ സമയത്തിന് പടം വരയ്ക്കാൻ തോന്നി, പടം വരച്ചു. കൊള്ളാം, നന്നായിട്ടുണ്ട്. തുടർന്നും വരയ്ക്കുക കേട്ടോ. നല്ലൊരു ചിത്രകാരനായി മാറട്ടെ. ഇവിടെ മാവേലിക്കര ഒരു പ്രശസ്തമായ ഒരു ഡ്രോയിങ് ചിത്രകലാ അക്കാഡമിയുണ്ട്. അറിയാമോ? രവിവർമ്മ കോളേജ് അറിയാമോ? അതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? മാവേലിക്കരയിലെ നമ്മുടെ ഒരു രവിവർമ്മ കോളേജ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലെജൻഡ് അല്ലേ? അദ്ദേഹത്തെ നമ്മൾ മറക്കാൻ പറ്റുമോ? നമ്മുടെ ഹംസവും ദമയന്തിയൊക്കെ അദ്ദേഹം വരച്ചിട്ടുള്ളതാ. ദർഭമന കൊള്ളുന്ന ഇതൊക്കെ കണ്ടല്ലേ? അതാണ് ദമയന്തിയൊക്കെ പുള്ളി വരച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അതുകൊണ്ടുള്ള പുള്ളിയുടെ ഒരു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വലിയൊരു ക്യാമ്പസാണത്. ഒത്തിരി അനശ്വര കലാകാരന്മാർ പഠിച്ചിറങ്ങി പോവുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വലിയ ക്യാമ്പസാണ്. അവിടെ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കേ, നല്ലതല്ലേ? അപ്പം വീണ്ടും കാണാം. അപ്പോൾ എല്ലാവിധ ആശംസകളും. അപ്പോൾ ഇന്ന് നമ്മൾ വഴിയോരത്ത് വെച്ച് കണ്ടെത്തിയ അഭിനവ് നല്ലൊരു ചിത്രകാരനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഓക്കെ, കൊള്ളാം, വെരി ഗുഡ്.